ഹാവ് ടു ക്രൈ. ഇത്രയും ക്രൂരത ഇങ്ങനെ ഇവരോട് ചെയ്തിട്ട് കരയരുതെന്നാ പറയുന്നത്. ഇതാണ് ഞാൻ അതിലേക്കാണ് എത്തിക്കരുതെന്ന് കരുതുന്നത്. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തിപ്പോണം. എന്നോട് ക്ഷമിക്കൂ എന്നുള്ളതാണ് എനിക്ക് അമ്മയോട് പറയാനുള്ളത്. ദയാമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ദയാഭായി. അമ്മ, നമുക്ക് കാസർഗോഡിന്റെ കാര്യം ഒന്നും പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അമ്മ ഒരുപാട് വർഷങ്ങളായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷെ കാസർഗോഡ് ആ ഒരു വിക്ടിംസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻഡോസൾഫാൻ വിക്ടിമിനെ കുറിച്ച് അമ്മ സംസാരിക്കുന്നത് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ അമ്മയ്ക്ക് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ള ആ വിഷയത്തെക്കുറിച്ച് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എന്താണ് അമ്മ ആ ഒരു സ്ഥലത്തെ, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? ഞാൻ 2018 ജനുവരി 30 സെക്രട്ടേറിയറ്റ് സമരം ഉദ്ഘാടനം ചെയ്യാനാണ് ക്ഷണിക്കപ്പെട്ടത്. പക്ഷേ ഞാൻ ഞാൻ നേരിട്ട് ഉദ്ഘാടനത്തിന് പകരം അവിടെ ഒന്ന് വന്ന് കാണണം. 3-4 ദിവസം നേരത്തെ തന്നെ അവിടെ പോയി കുറേ വീടുകളിൽ പോയി ഡേ കെയർ സെൻറ്റർ കണ്ട് തകർന്നു പോയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത് ഈ കേരളത്തിൽ ഇത്രയും നാളായിട്ട് ഇങ്ങനെയുള്ള ജീവിതങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. ആൻഡ് നത്തിങ് മച്ച് ഹാപ്പൻസ്. പിന്നെ എപ്പോഴും സമരം പിച്ചതിണ്ടുന്ന പോലെ എന്തെങ്കിലും കിട്ടും, പോകും. പിന്നെ ഒത്തിരി വാഗ്ദാനങ്ങൾ ഉണ്ട്. കോടികൾ കൊടുത്തു. ഞാൻ ആദ്യം ഈ സമരം ഉദ്ഘാടനം ചെയ്തിട്ട് പോയപ്പോൾ കുറേ പേര് വിളിച്ചു, ദയവായി വന്ന് നന്നായി 50 കോടിയാണ് ഇത് ചെയ്തത്. പക്ഷേ നമുക്ക് കോടി പൈസയല്ല, ഇവർക്ക് ജീവിക്കാനുള്ള അവകാശമാകും. അത് എല്ലാം കൊണ്ടും നിഷേധിക്കപ്പെട്ടതാണ്. ഞാൻ ഇവിടെ വന്നേച്ച് ആദ്യം ഇവർക്ക് പാലിയേറ്റീവ് കെയർ ഒക്കെ കൊടുക്കാൻ തൃശ്ശൂർ പോയി. അവിടെ ചെന്ന് ഡോക്ടേഴ്സ് ഞാൻ പറഞ്ഞത് കേട്ട് ഇവിടെ വന്ന് കണ്ട് അവരെല്ലാം പറഞ്ഞു ഇവിടെ വല്ല പൊളിറ്റിക്സാണ്, നത്തിങ് ഹാപ്പൻസ്. അവസാനം ഒരാൾ വിളിച്ചു, 3 തവണ അവിടെ പോയി കണ്ടിട്ട് പറഞ്ഞു, അവിടെ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞു ബോർഡ് ഇങ്ങനെയാണ്, പാലിയേറ്റീവ് കെയർ ഫോർ എൻഡോസൾഫാൻ വിക്ടിംസ്, നാബാർഡ് ഫണ്ട്. പക്ഷെ എഴുതി വെച്ചിരിക്കുന്ന മെയിൻ ബോർഡ് ആർട്സ് കോളേജ് കരിന്തള. ഇങ്ങനെ കോടികൾ ഇവരുടെ പേരിൽ സാങ്ഷൻ ചെയ്തിട്ട് സംതിങ് എൽസ് ഹാപ്പൻ. അതുകൊണ്ട് ഇവർക്ക് എന്ത് ലാഭം? ഇവർക്ക് മരുന്ന്, ചികിത്സ, ജീവിക്കാനുള്ള അവകാശം. അതും എനിക്ക് കൂടുതൽ പ്രയാസം തോന്നിയത് ഇവിടെയാണ് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇത് അടിച്ചു വിട്ടത്. ഇവിടെ ഡോക്ടേഴ്സ് സ്റ്റഡി ചെയ്തിട്ട് ഇവരാണ് പറഞ്ഞത് ഇത് 150 വർഷം വരെ ഇതിന്റെ ഇമ്പാക്ട് തുടരും. ആ ഡോക്ടർ കം ലോയറാണ്. അയാളാണ് സുപ്രീം കോടതിയിൽ പോയി ഇത് ബാൻ ചെയ്യിപ്പിച്ചത്. പക്ഷേ അയാൾ അപ്പോഴേ ഹൈക്കോർട്ടിൽ കർണാടകയിൽ ഇവർ തളിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കിണറിൽ ഇത് കുഴിച്ചിട്ടത് അത് അവിടെ ചെന്ന് അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാണെന്നാണ് ഞാൻ കേട്ടത്. അടുത്താണ് എങ്ങനെയെങ്കിലും അവിടെ ഓരോ കുട്ടിക്കും 4000 രൂപ മരുന്നും ചികിത്സയും കംപ്ലീറ്റ് ഫ്രീ ടേക്കൻ ബൈ ദ ഗവൺമെൻറ്. പിന്നെ അച്ഛനോ അമ്മയോ ഇല്ലാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ അവരെ എടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ തെറപ്പിയോ ട്രെയിനിങ്ങോ കൊടുത്ത് അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവരെ ജീവിക്കാൻ അവകാശപ്പെടുത്തി അവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ലൈഫ് കൊടുക്കും. ഇവിടെയുള്ളവർ ഓരോ അമ്മയ്ക്കും ഉള്ള ചോദ്യം, ഞാൻ പോയാൽ എൻ്റെ കുട്ടിക്കാരൻ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നേരിൽ ഞാൻ അനുഭവിച്ചതാണ്. 3 അമ്മമാരെ എനിക്കറിയാം. ഒന്ന് അമ്മയ്ക്ക് അസുഖം വന്നിട്ടല്ല, കുട്ടി ടീനേജറായിരുന്നു. എന്നിട്ടും ഒരു ഡേ കെയർ സെൻ്ററിൽ വിടാൻ പറ്റാതെ ഈ അമ്മയ്ക്കൊരു സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിക്ക് ജനിച്ചു കൊന്നിട്ട് അമ്മയെ സൂയിസൈഡ് ചെയ്തു. വേറെ 2 അമ്മമാർ അവർക്ക് ക്യാൻസർ ബാധിച്ചപ്പം കൊക്കോക്കോലായും വിഷവും കൊണ്ട് വന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തു വന്നിട്ട് അമ്മമാരും ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? ഇവർക്ക് ജീവിക്കാൻ ഒരു അവകാശത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ ഇത് പറ്റും. ഞാൻ ആദ്യത്തെ നിരാഹാരത്തിൽ പ്രധാനം ഒരുപാട് പേര് ലിസ്റ്റിലില്ല എന്നുള്ളതായിരുന്നു. വേറെ ഉണ്ടായിരുന്നു. പക്ഷെ 5 ദിവസം കഴിഞ്ഞ് അവിടുന്ന് പൊട്ടി, വാഗ്ദാനങ്ങൾ കിട്ടി, കുറച്ച് പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇവിടെ ഞാൻ 18 ദിവസം കിടന്നു. പന്തലിടാൻ അനുവദിക്കാൻ ആദ്യത്തെ ദിവസം തന്നെ ബോറിംഗ് റെയിൻ അവിടെ കിടന്നു. പോലീസുകാർ ഉടൻ ചൂടി അവർ നിൽക്കും. പോലീസ് വാസ് വെരി ഗുഡ്. പക്ഷെ ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു അഡമൻ്റായിട്ട്
ഈ നിരാഹാരം കിടന്നതിന് സമ്മാനമായിട്ട് എനിക്ക് തന്നത് ഒരു വടിയും ചട്ടുകാലുമാണ്. നിർബന്ധിച്ച് എടുത്തിട്ട് എന്നും പറഞ്ഞ് ലേഡി പോലീസിനെ കൊണ്ട് എടുപ്പിച്ച് ആംബുലൻസിലിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ നല്ല സുഖമായിട്ട് പോയതാണ്. തിരിച്ചു വന്നത് വീൽചെയറില്. അതുകൊണ്ട് ഇന്ന് ഞാൻ നടക്കുക. അപ്പൊ ഇവിടെ ഒരു വിഷയം പ്രധാനമായിട്ട് എയിംസിന്റെ ലിസ്റ്റില് കാസർഗോഡിന്റെ പേര് കൊടുക്കും. അത് ചർച്ചയ്ക്ക് പോലും എടുക്കണ്ട, ഓൾറെഡി ഡിസൈഡ്. എന്താ അങ്ങനെ? എന്തായാലും എല്ലാം നടക്കട്ടെ എന്നുള്ളതാണ്. അമ്മയുടെ പോരാട്ടങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തട്ടെ എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. കാരണം അമ്മയുടെ കണ്ഠം ഇടറുമ്പോൾ, അതായത് അമ്മ ഇതാണ് ഞാൻ അതിലേക്കാണ് എത്തിക്കരുതെന്ന് കരുതിയത്, പക്ഷെ അതിലേക്ക് നമ്മൾ എത്തിപ്പോണം. എന്നോട് ക്ഷമിക്കൂ എന്നുള്ളതാണ് എനിക്ക് അമ്മയോട് പറയാനുള്ളത്. നമ്മൾ അമ്മയുടെ ഈ കണ്ണീര് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കണ്ണീര് അമ്മയുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വീഴുന്നത് അമ്മയുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടിയാണ്. നമ്മളാണ് അമ്മയുടെ കൂടെ നിൽക്കേണ്ടത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ അമ്മ മനസ്സ് തുറക്കുന്നുണ്ട്. നമ്മുടെ സർവ്വക്ഷേത്ര 89.6 FM-ൽ ദയാബായി നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക. ഒപ്പം തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മയോട് എനിക്ക് പറയാനുള്ളത് കരയരുത് എന്നുള്ള ഒറ്റ വാക്ക് മാത്രമാണ്. ഞാൻ പറയുന്നത് കരയൂ കരയൂ കേരളമേ. ഞാൻ എഴുതിയ പാട്ട് നെറ്റിൽ നിങ്ങൾ നോക്ക്, ദയവായി മലയാളം സോങ്. യു ഹാവ് ടു ക്രൈ. ഇത്രയും ക്രൂരത ഇങ്ങനെ ഇവരോട് ചെയ്തിട്ട് കരയരുതെന്നാ പറയുന്നത്.